അങ്ങനെ മുംബൈ ഇന്ത്യൻസ് അടുത്തൊരു മാച്ചും കൂടി ജയിച്ചിരിക്കുകയാണ്. ബൗളിംഗിലും ബാറ്റിംഗിലും മുംബൈ ടീം മികച്ച കളി കാഴ്ചവെച്ചു. പഞ്ചാബ് ടീം ശരിക്കും നാണം കെട്ടു. 14 റൺസിൽ അവരുടെ 4 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ ശശാങ്ക് സിംഗ് ഒരുക്കമല്ലായിരുന്നു. അവസാനം താരം അടിച്ചു കളിച്ചു. എന്നിട്ടും മുംബൈ കളി ജയിച്ചു. ഇന്ന് കളി ജയിച്ച ശേഷം രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി ജയിച്ച് രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ട്രാക്കിലാണ്. ഞങ്ങൾക്ക് എന്ത് വില കൊടുത്തും പ്ലേ ഓഫിലെത്തണം. പാണ്ഡ്യയോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ടീമിലെ ആരും തമ്മിൽ തർക്കങ്ങളില്ല. അതുകൊണ്ട് ടീം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ മാച്ച് ഞങ്ങൾ തോറ്റിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് വിഷമമുണ്ട്. എന്നാൽ ഞങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചു. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ തിരുത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള മാച്ചിൽ ഞങ്ങൾ ജയിക്കും. ഞങ്ങളിപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ ഫോമാകാൻ സാധിക്കുന്നുണ്ട്. സൂര്യകുമാറും ഫോമിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിന്ന് നല്ലൊരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബൗളിങ്ങിലും ഇന്ന് മികച്ച പ്രകടനം പുറത്തെടുത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് കളി ജയിച്ചു. വരുന്ന മാച്ചിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. മുംബൈ ഫാൻസ് ആവേശത്തിലാണ്. അടുത്തൊരു മത്സരം കൂടി മുംബൈ ടീം ജയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മുംബൈ ഉറപ്പായിട്ടും പ്ലേ ഓഫിലെത്തും. ഇപ്പോഴത്തെ മുംബൈ ടീമിൽ എല്ലാ താരങ്ങളും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും മുംബൈ ടീം ഫോമിലാണ്. ഇതുപോലത്തെ ഒരു മുംബൈ ടീമിനെയാണ് ആരാധകർ സ്വപ്നം കണ്ടത്. രോഹിത് ശർമ്മയും സൂര്യയും ഫോമിലേക്ക് തിരിച്ചെത്തി. എന്നാൽ ഇഷാൻ മാത്രം ഫോമാകുന്നില്ല. എങ്കിലും ഇപ്പോൾ മുംബൈ ടീം ജയിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മുംബൈക്ക് ഉറപ്പായിട്ടും ഇപ്രാവശ്യം പ്ലേ ഓഫിലെത്താൻ സാധിക്കും. മുംബൈ ടീം രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. പഞ്ചാബ് ഇങ്ങനെ തോൽക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. സ്റ്റാർട്ടിങ്ങിലെ തന്നെ പഞ്ചാബിൻ്റെ വിക്കറ്റുകൾ മുംബൈ ടീം എടുത്തു. പക്ഷേ അവസാനം താരം അടിച്ചു കളിച്ചപ്പോൾ മുംബൈ ടീം തോൽക്കുമെന്ന് തോന്നിച്ചു. എന്നാൽ മുംബൈ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമില്ലായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.